സമയമേറെ വൈകിയതുകൊണ്ട് നേരെ സ്വാഗതത്തിലേക്ക് എടുക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ നിർവഹിക്കുന്നത് സ്വാഗത സംഘത്തിന്റെ അധ്യക്ഷനും NSS കാര്യയോഗത്തിന്റെ പ്രസിഡന്റുമായുള്ള ശ്രീ PG മാധവൻ നായർ അവர்களാണ്. ശ്രീ മാധവേട്ടനെ സ്നേഹാദരോടെ സ്വാഗതം ചെയ്യും. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതും പ്രിയപ്പെട്ടതുമായ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ അമരത്ത് ഏറെക്കാലമായി പ്രവർത്തിക്കുകയും SNDP യോഗത്തിന്റെ സംസ്ഥാന യോഗത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ആലുവായിലെ ഞങ്ങളെ സംബന്ധിച്ച് ആലുവായിലെ പൗരാവലിയുടെ ഒരു പൗരപ്രമുഖൻ എന്ന നിലയിലേക്ക് കാണുകയും ഞങ്ങൾക്കൊക്കെ ഏറെ സ്നേഹവും ആദരവുമുള്ള ഡോക്ടർ MN സോമനാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ MN സോമൻ അവരുടെ സ്നേഹാദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. സ്വാമിജിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും കുറച്ചു പേർക്കൊക്കെ ഒരുപക്ഷെ ഒരു പുതിയ മുഖമായിരിക്കാം. ഏതാണ്ട് 13 വർഷക്കാലം ശൃംഗേരി മഠത്തിൽ സന്യാസ പരിശീലനം പൂർത്തിയാക്കി കായംകുളം കരിമ്പുറക്കൽ മഹാജ്യോതി ക്ഷേത്രാങ്കണത്തിൽ 3 ദിവസക്കാലം നീണ്ടുനിന്ന ചടങ്ങിൽ വെച്ചിട്ട് സന്യാസ ദീക്ഷ സ്വീകരിക്കുകയും സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജ് എന്ന നാമകരണത്തിലൂടെ ഇന്ന് കേരളത്തിലെമ്പാടും ആധ്യാത്മിക രംഗത്ത് നിറത്തേസായും ഒപ്പം പന്തരുകുലത്തിന്റെ ആശയങ്ങൾ അത് പ്രചരിപ്പിക്കുവാനും ഒക്കെ ജീവിതം വ്രതമായി സ്വീകരിച്ചിട്ടുള്ള സ്വാമി ശിവാനന്ദ ശർമ്മ നിരവധി പ്രാവശ്യം നമ്മുടെ ഈ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ സന്യാസ ദീക്ഷ സ്വീകരിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഒരുപക്ഷെ ചെറുതാണെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടായ സമയത്ത് ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതിന് കൂട്ടായി ഞങ്ങൾക്ക് തളരുമായിരുന്ന എനിക്കൊക്കെ വളരെ ആശയമായി അല്ലെങ്കിൽ താങ്ങായി നിന്നിട്ടുള്ള സ്വാമിജിയുടെ ആ പ്രവർത്തനത്തെ ഒക്കെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള നാളെയുടെ പ്രതീക്ഷയായി ഈ കേരളത്തിന്റെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഭാരത സമൂഹത്തിന്റെ സന്യാസ സമൂഹത്തിന്റെ ദേശീയ സമൂഹത്തിന്റെ ഒക്കെ വലിയ അമരത്തേക്ക് അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ആ സ്വാമിജിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്വീകരണം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജിന് ഈ വിളിയുന്ന നിവാസികളുടെ പേരിലും പഞ്ചകുല വിശ്വാസികളുടെ പേരിലും ജ്യോതി ഭക്തരുടെ പേരിലും സ്വാതന്ത്ര്യത്തിന്റെ പേരിലും ഒക്കെ സമയം സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റേജിന്റെ പരിധിയും അതിന്റെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ വേദിയിലിരിക്കേണ്ടവരാണ് പലരും. പക്ഷെ അവരെല്ലാവരും താഴെയായിരിക്കുന്നത് ഞങ്ങൾ സംഘാടകരോട് അതിൽ ക്ഷമിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഓരോരുത്തരും പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ സ്വാഗതം അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ സ്ഥപതി ഏതാണ്ട് 300ഓളം ക്ഷേത്രങ്ങളുടെ സ്ഥപതിയും കളിച്ചുകുരങ്ങ ക്ഷേത്രം, അതേപോലെ തന്നെ ചെങ്കൽ ശിവക്ഷേത്രം തുടങ്ങിയ കേരളത്തിലെ ഏതാണ്ട് 300ഓളം ക്ഷേത്രങ്ങളുടെ സ്ഥപതിയും രൂപരേഖ തയ്യാറാക്കുകയും പ്രഥമ ബിരുദത്തിന് പുരസ്കാരം മുൻ കേന്ദ്രമന്ത്രി ശ്രീ ഒ രാജഗോപാലിനും ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ശ്രീ കൊടുങ്ങല്ലൂർ ദേവദാസ് ആചാര്യ ഈ സമ്മേളനത്തിൽ ഇവിടെ സന്നിഹിതനാണ്. ശ്രീ ദേവദാസ് ആചാര്യെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. മറ്റൊന്ന്, ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ PC ബാബു നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ശ്രീ താമസിക്കുന്ന ചെങ്ങമനാടാണ്, അക്കാളി പ്രദേശത്താണ്. എറണാകുളം ജില്ലയുടെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കുറെ കാലമായി നേതൃത്വം നൽകുന്ന ശ്രീ PC ബാബു അവരുടെ സഭയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയും ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ഭുവനേശ്വരി ദേവിയുടെ ശ്രീകോവിലിന്റെ ഏതാണ്ട് മുഴുവൻ തുകയും ചെലവഴിച്ച് നമുക്ക് സമർപ്പണമായി നൽകിയ ഞങ്ങളെല്ലാവരും പ്രിയപ്പെട്ട നാരായണൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ നാരായൺ സാർ എന്റെ അയൽവാസി കൂടിയാണ്. ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ദക്ഷിണ പടത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്. ശ്രീ AM നാരായൺ സാറിന് അവരുടെ സഭയെ സ്വാഗതം ചെയ്യുന്നു. ഗ്രാമസേവാ സമിതിയുടെ ചുമതലയും
നമ്മുടെ ക്ഷേത്രത്തെ കുറിച്ച് എപ്പോഴും അന്വേഷിക്കുകയും ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ PRK മേനോൻ അവരുടെ സമയം സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു രണ്ട് പ്രമുഖ അതിലുള്ള സനാതന ധർമ്മ സംഘത്തിന്റെ ജില്ലാ അധ്യക്ഷൻ ശ്രീ NK ഉണ്ണികൃഷ്ണൻ വൈപ്പി അദ്ദേഹത്തെ സമയം സ്വാഗതം ചെയ്യുന്നു. അതിലുള്ള സനാതന ധർമ്മ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇത് പുറയിലിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷനും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതുമായ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല അധ്യാപകരുടെ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീ KR പവിത്ര സാർ അവരുടെ സമയം സ്വാഗതം ചെയ്യുന്നു. അതിലുള്ള സനാതന ധർമ്മ സംഘത്തിന്റെ വനിതാ സംഘത്തിന്റെ അധ്യക്ഷയായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ രക്തമലി ടീച്ചർ കാക്കനാട് സ്വദേശിയാണ്. എക്കാലവും ഈ പന്തിരുകുല സനാതന ധർമ്മ സംഘത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം അവരുടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രക്തമലി ടീച്ചറെ സമയം സ്വാഗതം ചെയ്യുന്നു. മറ്റ് രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ കൂടെ നമ്മുടെ ഈ സദസ്സിൽ നമ്മുടെ ഈ സമ്മേളനത്തെയും ഈ പൊങ്കാലയും ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന് പ്രമുഖ സിനിമ ആർട്ടിസ്റ്റ്, നിരവധി സിനിമകളിലൂടെ കേരളത്തിലെ പലർക്കും പരിചിതമായിട്ടുള്ള സിനി ആർട്ടിസ്റ്റ് ശ്രീ അശ്വതി അവരുടെ സ്നേഹാദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് നമുക്കെല്ലാവർക്കും വിശിഷ്ട ചെറുപ്പക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് അറിയാവുന്ന ആരാധകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീ സന്തോഷ് വർക്കി സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ സിനിമാ റിവ്യൂ ഒക്കെ നൽകിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ഒരു തരംഗമായി മാറിയുന്ന ശ്രീ സന്തോഷ് വർക്കി അവരുടെ ഈ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പ്രമുഖ വ്യക്തി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ മേൽശാന്തി, അദ്ദേഹം രാവിലെ തന്നെ നമുക്കിവിടെ എത്തി. ഇതിനു മുമ്പ് അദ്ദേഹം വന്നിട്ടുണ്ട്. സ്വപ്നത്തിൽ ഗ്രന്ഥത്തിനെ ദർശിക്കാൻ കഴിഞ്ഞതിന്റെ ഫലമായി ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരികയും വീണ്ടും ഇപ്പോൾ രണ്ടാമതും ഈ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന ശ്രീ സഞ്ജയൻ തിരുമേനി അവരുടെ സ്നേഹാദരവോടെ ഈ സമയത്തേക്ക് സ്വാഗതം ചെയ്തു. ഒരുപാട് പേരുണ്ട്, എല്ലാവരും പറയുന്നില്ല, സമയം ഏതായാലും ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സംഘടനാ പ്രതിനിധികൾ, നമ്മുടെ പന്തിരുകുല വിശ്വാസികൾ, ഈ വേലൂർ നിവാസികൾ, പന്തിരുകുല സനാതന സംഘത്തിന്റെ പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കി സ്നേഹാദരവോടെ സ്വാമിയെ വിട്ടു. പറയാതിരിക്കുന്ന നിവൃത്തിയിലെ നമ്മുടെ ആലുവ മുനിസിപ്പൽ കൗൺസിലർ സഹപ്രവർത്തകരുമായിട്ടുള്ള ശ്രീലത രാധാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീലത ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ എല്ലാവരെയും സ്വാഗതം ചെയ്ത് നമ്മുടെ ശൈത്യേട്ടൻ ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയാണ്. കുറെ പേരുണ്ട്. ഇന്ന് ഇവിടെ ജില്ലാ ജനറൽ സെക്രട്ടറി കലേശേട്ടൻ. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യും. ആരെയും വിട്ടുകൊണ്ട് ക്ഷമിക്കണം. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ശ്രമിക്കുന്നു. നമസ്കാരം. ശ്രീ ഭുവനേശ്വരിയിലേക്കും അനേകമായിട്ടുള്ള നമസ്കാരം. ഇന്നിവിടെ ഈ പൊങ്കാല ആഘോഷത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സ്വാമിജി ശിവാനന്ദ സരസ്വതി മഹാരാജ് സ്വാമികള്, അതുപോലെ തന്നെ SND യോഗത്തിന്റെ ആരാധ്യനായ നേതാവ് ശ്രീമാൻ ഡോക്ടർ സോമൻ സാർ അവരുടെ, ഇവിടുത്തെ ഈ യോഗത്തിന്റെ എല്ലാം പ്രധാന പങ്ക് ചുക്കാൻ പിടിക്കുന്ന ശ്രീ പ്രദീപ് വസ്തുമ, ക്ഷേത്രം മേൽശാന്തി കൃഷ്ണ നമ്പൂതിരിപ്പാട്, പിന്നെ ഇവിടെ ഈ സംരംഭത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രമുഖ വ്യക്തികളെയും ഞാൻ ഹാർദമായി ഒരിക്കൽ സ്വാഗതം ചെയ്യുകയാണ്. ലോകം കണ്ട ദാർശനികരിൽ ഏറ്റവും പ്രതിഭാശാലിയായിരുന്നു ശ്രീ ശങ്കരാചാര്യ. അദ്ദേഹം കാലടിയിലെ കൈപ്പള്ളിയിലത്ത് പൂജാരനായ അദ്ദേഹം ബാല്യത്തിൽ തന്നെ കൊച്ചു ബാല്യത്തിൽ തന്നെ 8 വയസ്സായപ്പോഴേക്കും തന്നെ വേദേതിഹാസങ്ങളിൽ അവഗാഹം നേടിയിരുന്നു. ചെറുപ്പത്തിലെ തന്നെ സന്യാസിയാവണമെന്നുള്ള അദ്ദേഹത്തിന്റെ മോഹം അമ്മ ആര്യാമ്പ അന്തർജനം വിലക്കി എങ്കിലും അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ അടുത്തും എത്തിക്കൊള്ളും എന്നത് ഉറപ്പുമേൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ഭാരത യാത്ര ആരംഭിക്കുകയായിരുന്നു. ഭാരതത്തിലുടനീളം കാൽനടയായി സഞ്ചരിച്ച് അദ്ദേഹം അനേകം മഠങ്ങൾ,
ദേവാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലായ സ്ഥാപിച്ച് ഭാരത സംസ്കാരത്തിന് ഒരു പുത്തൻ അടിത്തറയിടുകയായിരുന്നു. അങ്ങനെ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച അദ്ദേഹം കാലടിയിൽ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച അദ്ദേഹം വേദേതിഹാസങ്ങളിൽ അനവധി വ്യാഖ്യാനങ്ങളും യുക്തി ഭാഷണങ്ങളും എല്ലാം നടത്തി പ്രശസ്തനായിരുന്നു. ശ്രീ ശങ്കരാചാര്യർ മറ്റുള്ള ഭാരതത്തിലെ മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള രാജ്യത്തിലെ വിദേശ രാജ്യങ്ങളിലെ മതങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ വാൾമനത്തുമ്പുകൊണ്ട് എല്ലാ സംസ്കാരത്തെയും ഒരൊറ്റ മതത്തിലേക്ക് ലയിപ്പിക്കുന്ന സംസ്കാരമായിരുന്നു വിദേശത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ സ്വാമിജി ഇവിടെയുള്ള വിവിധ സംസ്കാരങ്ങളെ, വിവിധ മതങ്ങളെ, വിവിധ സംസ്കാരങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നല്ലൊരു പുതിയൊരു സംസ്കാരം, ഒരു അദ്വൈത സിദ്ധാന്തം തന്നെ വളർത്തിയെടുക്കുകയായിരുന്നു. സ്വാമിജി ഈ ഭാരതത്തിലും കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുടനീളമുള്ള ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ ഇന്നുള്ള വിധം ചിട്ടപ്പെടുത്തിയെടുത്തത്, ക്രമപ്പെടുത്തിയെടുത്തത് ശങ്കരാചാര്യ സ്വാമികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം 32 വയസ്സായപ്പോൾ തന്നെ സമാധിയായെങ്കിലും അതിനു മുമ്പ് എത്രയോ ജന്മങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം അതിനുള്ള കേരളത്തിൽ ഭാരതത്തിൽ ചെയ്തു തീർക്കൂ എന്നുള്ളതാണ് സത്യം. മാതാവിൻ്റെ അന്ത്യ സമയം, അതായത് മാതാവിൻ്റെ ആസന്നമായ മരണം ജ്ഞാനദൃഷ്ട്യാ കണ്ട തന്നെ അദ്ദേഹം നേടിയതയ്ക്കുള്ളിൽ ശൃംഗേരിയിൽ നിന്നും കാലടിയിലെത്തി അമ്മയുടെ ശുശ്രൂഷകളെല്ലാം നടത്തി, അന്ത്യകർമ്മങ്ങളിലും നടത്തി വീണ്ടും തൻ്റെ ശരിയായ ദിശയിലേക്ക്, തൻ്റെ ലക്ഷ്യം കണ്ടതിന് അദ്ദേഹം വീണ്ടും കാശ്മീരിലേക്ക് പോയി അവിടെ വെച്ച് നിരവധി യുക്തിവാദങ്ങളും പ്രഭാഷണങ്ങളെല്ലാം നടത്തി സർവജ്ഞപീഠം കയറി ലോകപ്രശസ്തനായി. അങ്ങനെ ലോകപ്രശസ്തനായ സ്വാമിജിയുടെ അനന്തര തലമുറയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ശൃംഖലയിൽപ്പെട്ട ഒരു സ്വാമിജി ഇതുപോലെ നമ്മുടെ ഈ നാടും ഈ ഉദയന്നൂർ ക്ഷേത്രവും ഈ പെരുന്തച്ചൻ ക്ഷേത്രവും എല്ലാം സന്ദർശിക്കാൻ വരുമ്പോൾ നമുക്ക് അതിയായ സന്തോഷവും അതേപോലെ എന്തോ ഒരു അനുഭവത്തിൽ കൂടെയുള്ള സന്തോഷം തന്നെ പറഞ്ഞറിയിക്കാൻ നോക്കിയില്ല എന്നുള്ളതാണ്. ശ്രീശങ്കരൻ്റെ ജന്മം കൊണ്ട് ധന്യമായ കാലടി, അതേപോലെ തന്നെ ഉദയന്നൂർ പെരുന്തച്ചൻ്റെ ജന്മം കൊണ്ട് പാവനമായ ഈ ഉദയന്നൂർ ഭൂമി, ഈ ഉദയന്നൂരിലെ ജനങ്ങൾ എന്നും കടപ്പെട്ടവരാണ്. നമുക്ക് അതൊരു നിയോഗമായിരിക്കാം. ചിലപ്പോൾ കാലടിയിൽ നിന്നും സ്വാമിജി ഇവിടെ എത്തണമെന്ന് തോന്നിയതും ശൃംഗേരി വാക്കിൽ നിന്നും ഇവിടെ എത്തണമെന്ന് തോന്നിയതും നമ്മളെല്ലാം കണ്ട് ഭയങ്കര പ്രഭാഷണം നടത്താൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം. ആ നിയോഗത്തെ ഇവിടെ ഈ പറയുന്ന ബന്ധുത്വത്തിൽപ്പെട്ട പെരുന്തച്ചൻ നമുക്ക് എല്ലാവർക്കും കേട്ടറിവുകളാണല്ലോ. തത്വശാസ്ത്രത്തിൻ്റെ അവസാന വാക്കാണ് പെരുന്തച്ചൻ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആ പെരുന്തച്ചൻ്റെ ജന്മനാളായ ഉദയന്നൂരിലെത്തി നമ്മളെല്ലാം ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് എത്തിച്ചേർന്നുള്ള സ്വാമിജിയെ ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി ഞാൻ അനുഗ്രഹിക്കുന്നു. നമുക്കത് നീട്ടിക്കൊണ്ടുപോകാൻ നോക്കിയില്ല. 9:30 മണിയായി. പൊങ്കാല വേണം. നമ്മുടെ സഹോദര സർവങ്ങൾ വെയിൽ നോക്കുന്നതിന് മുമ്പ് പൊങ്കാലയിടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കടക്കാം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി നമുക്ക് എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രശസ്തനായ വ്യക്തി, നമ്മുടെ SNDP യോഗത്തിൻ്റെ സമാരാധ്യനായ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ സോമൻ സാർ അവറുകളാണ്. അദ്ദേഹത്തെ ഈ യോഗം ജീവൻ ധരിച്ച് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിനുമായി ക്ഷണിക്കുക.
സ്വാമിനി ഉൾപ്പെടുകയും സദസ്സിലും ഉപസ്ഥായിട്ടുള്ള മാന്യത്തിലെ ഭക്തജനങ്ങളെ വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ രണ്ടു വാക്ക് പറയുന്നു. ഇതുപോലുള്ള ഒരു പരിപാടി, ഒരു സന്ദർഭം ഇതിക്ക് മുമ്പ് എനിക്ക് അനുഭവപ്പെട്ടില്ല. അങ്ങനെ ഇത് ഒരു മഹത് സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതും. ഇത് എന്നും ഞാൻ എൻ്റെ ഓർമ്മയിൽ വെക്കുമെന്ന് ഇങ്ങനെ ഈ സ്വാമിജിയെ നമ്മൾ വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഭക്തിയോടുകൂടി ഇവിടെ അന്വേഷിച്ചു കൊണ്ടുവന്നു. നമ്മൾ യാതൊരു വിഘടന സ്വഭാവവും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ആഗ്രഹണ്ടനാണ് ഒറ്റ മനസ്സോടുകൂടി ഇവിടെ നിലനിന്ന് കാത്തിരുന്നു സ്വാമിയെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ സ്വാമിയുടെ അനുഗ്രഹം ഈ നാട്ടിലെ സർവ്വജനങ്ങൾക്കും ലഭ്യമാകണം. നമ്മൾക്കും ഈ സ്വാമിയുടെ കാര്യങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടിയുണ്ട്. ഇവിടെ അഗ്നി ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങൾ അതിൽ എത്രയോ നല്ല രീതിയിൽ കാര്യങ്ങൾ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ പ്രദേശത്തെ ജനങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഐക്യമത്യ ബോധം ഞാൻ വേറെ ഒരിടത്തും ഇതുപോലെ കണ്ടിട്ടില്ല. പല വിഭാഗങ്ങളിലും പെട്ട് നമ്മുടെ ആളുകൾ ജനങ്ങൾ എത്ര ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി പരസ്പരം ബഹുമാനിച്ച് ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ വളരെ വൈകിപ്പോയി അറിയാൻ എന്നുള്ളത് എൻ്റെ വട്ടത്തിലുള്ളത്. നേരാണ്. ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ സ്വാമിയെ പോലുള്ള മറ്റുള്ള കുരുക്കളും ഈ പ്രദേശത്തും നിവാസികൾക്കൊക്കെ അനുഗ്രഹങ്ങളും സഹായ സഹകരണങ്ങളും നൽകി മുന്നോട്ട് പോകുമെന്നുള്ളത് തീർച്ചയാണ്. അതെല്ലാം ഈ സമ്മേളനത്തിൽ നിങ്ങൾ കാണിച്ച ഈ ആത്മാർത്ഥതയും ഉത്സാഹവും സത്യസന്ധതയും എല്ലാം കൂടി ചേരുമ്പോൾ തന്നെ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമാണ്. ഇത് സ്വാമിക്ക് ബോധ്യപ്പെടും. ഈ സ്വാമിയുടെ മുൻകാല പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് വഴികാട്ടികളായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്തിയിൽ നിന്നും ഉത്ഭവിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങളെല്ലാം എനിക്കതാണ് പറയാനുള്ളത്. ഈ സമൂഹത്തിൽ വന്ന് ഇവിടെ നിന്ന് രണ്ട് വാക്ക് പറയാൻ ഈ സ്വാമിയെ അനുഗ്രഹം നൽകാനും ഈ സ്വാമിയെ നിങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇതുപോലെ എടുക്കുകയും ഒക്കെ അനുമോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പങ്കാളിയാവാൻ എനിക്ക് കഴിഞ്ഞത് തന്നെ ഗുരുദേവ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. നിങ്ങളെ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെയും എനിക്ക് വേണം, ഈ പ്രസ്ഥാനത്തിനും എനിക്ക് വേണം. നമ്മളുടെയൊക്കെ ചിന്ത എന്നാണ് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഈ സ്വാമിയെ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയതിൻ്റെ പേരിൽ സ്വാമി വളരെ സന്തോഷവാനായിട്ട് തോന്നി. അദ്ദേഹത്തെ അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ ആത്മാവിനും ഭാവത്തിനും വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ
വാക്കുകൾ കൂടെ അവസാനിപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ജീവിതവ്രതമായി സമൂഹത്തിനായി മാറ്റിവെച്ച യോഗി വര്യൻ പന്തിരുകുലാചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് പെരുന്തച്ഛന്റെ പിൻതലമുറക്കാർ അങ്ങയുടെ കരങ്ങളിൽ ഈ മംഗളപത്രം സമർപ്പിക്കുന്നു. പൊങ്കാല തുടർന്ന് പൂജാക്ക് ശേഷം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ സ്വാമിജിയെ കാണാനും പാത്ര നമസ്കാരം ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം പൊട്ടച്ചനത്തിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് 15-ാം തീയതി ഏപ്രിൽ 15-ാം തീയതി ആ ക്ഷേത്രത്തിൽ സ്വാമിജിയെ ഇത് വേണം, സ്വാമിജിയെ സ്വീകരിക്കണം എന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാമിജിയുടെ സൗകര്യം നോക്കിയിട്ട് ആ ദിവസം തീരുമാനം ഏപ്രിൽ 15-നില്ല, ഏത് ദിവസത്തേക്കായാലും അവർ അറേഞ്ച് ചെയ്യാൻ പാടും. വേണ്ടി ശിവഗംഗ മാതൃസമിതി വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രേമ വിശ്വനാഥൻ ശ്രീ പെരുന്തച്ഛൻ കുലദേവ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ക്ഷേത്ര സമിതി പ്രസിഡന്റ് ആരോഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ സ്വീകരിച്ചെത്തിയിട്ടുള്ള സ്വാമിജിക്ക് നന്ദി പറയുന്നു. പിന്നെ ഡോക്ടർ സോമൻ അവർക്കും നന്ദി പറയുന്നു. പിന്നെ പ്രമുഖ വ്യക്തികൾ അവരുടെ സ്വീകരിച്ചെത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തികൾ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേർക്കും എൻ്റെ പേർക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ പൊങ്കാലയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി.